തിരുവമ്പാടിയിൽ കെ.എസ്.ഇ.ബി ഓഫീസ് അതിക്രമത്തെ തുടർന്ന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിൽ പ്രതിഷേധം തുടരാൻ തന്നെയുള്ള തീരുമാനത്തിലാണ് കുടുംബം. ഇന്നലെ രാത്രി തിരുവമ്പാടി കെ.എസ്.ഇ.ബി ഓഫീസിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നതിനിടെ അജ്മലിന്റെ അച്ഛൻ റസാഖിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. റസാഖിനെ പ്രവേശിപ്പിച്ച തിരുവമ്പാടി ആശുപത്രിയിൽ ഇന്ന് കെ.വി. രാഹുൽ നമുക്കൊപ്പം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. നിലവിൽ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില, അതായത് പിതാവിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്നുള്ള വിവരം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കെ.എസ്.ഇ.ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൂർണ്ണമായിട്ടും നിയമലംഘനമാണ്, അല്ലെങ്കിൽ നിയമം മറികടന്നുകൊണ്ടുള്ള അതിക്രമമാണ് യുവാവിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന് സംശയമില്ല. പക്ഷേ തിരികെ കെ.എസ്.ഇ.ബിയും സമാനമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അവിടെ. അക്ഷയ്, ഗുഡ് മോർണിംഗ്. മക്കൾ ചെയ്ത അതിക്രമത്തിൽ രക്ഷിതാക്കളെ ഇരുട്ടത്ത് നിർത്തേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് ചോദ്യം. എന്തായാലും നമ്മൾ തിരുവമ്പാടിയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. റസാഖ് ഇന്നലെ രാത്രി മുതൽ ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹം അതിനു മുൻപ് തന്നെ പല അസുഖങ്ങളുമായി ചികിത്സയിൽ കഴിയുന്ന ആളുകൂടിയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയമുണ്ട്. ഇന്നലെ രാവിലെയാണ് തിരുവമ്പാടിയിലെ കെ.എസ്.ഇ.ബി ഓഫീസിൽ ഈ വിധത്തിൽ അതിക്രമം നടക്കുന്നത്. റസാഖിൻ്റെ മക്കളായ അജ്മലും ഫഹ്ദാദും ഇവിടേക്ക് എത്തുകയാണ്. എയെ ആക്രമിച്ചു, ജീവനക്കാരെ ആക്രമിച്ചു, അതുപോലെ അവിടെയുള്ള കമ്പ്യൂട്ടർ ഫയലുകളൊക്കെ നശിപ്പിച്ചു എന്നതാണ് കെ.എസ്.ഇ.ബിയുടെ പരാതി. തൊട്ടു പിന്നാലെയാണ് ഈ വിധത്തിലുള്ള നടപടി സ്വീകരിച്ചത്. അതായത് കെ.എസ്.ഇ.ബി CMDയുടെ ഉത്തരവ് പ്രകാരം വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. വീട്ടിലെ വൈദ്യുതി കണക്ഷൻ റസാഖിൻ്റെ പേരിലാണ്. അജ്മലും ഫഹ്ദാദും ചെയ്ത അതിക്രമത്തിൻ്റെ പേരിൽ രക്ഷിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കുടുംബം എന്തായാലും നടപടിക്കായി ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് തന്നെ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കരുത്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഇരുട്ടത്ത് ജീവിക്കുക അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയിച്ചതാണ്. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, നടപ്പാക്കാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് ജീവനക്കാർ അറിയിച്ചതും. തുടർന്നാണ് കെ.എസ്.ഇ.ബി ഓഫീസിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. അജ്മലിൻ്റെ ഉമ്മ നമ്മോടൊപ്പം ഉണ്ട്. ഇന്നലെ രാത്രി പ്രതിഷേധിച്ചു, ആശുപത്രിയിലേക്കൊക്കെ വന്ന് ഇത്രയും മണിക്കൂറായിട്ടുണ്ട്. കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിധ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? അതായത് നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു, അത് കണക്ട് ചെയ്യാൻ വന്ന ലൈൻമാനോട് മോശമായി പെരുമാറി, പോലീസിൽ പരാതി നൽകി, അത് ചോദ്യം ചെയ്യാൻ പിന്നീട് ഓഫീസിൽ പോയി അതിക്രമം കാട്ടിയെന്നാണല്ലോ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ ആദ്യത്തെ ദിവസം വന്ന് പിന്നെ നമ്മളെ വീടിൻ്റെ മുൻപിലൊരു സോളാറിൻ്റെ ലൈറ്റ് ഉണ്ട്, എടുത്തിങ്ങനെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അതെന്തിനാണ് എടുക്കണമെന്ന് ചോദിച്ച്. അതെടുക്കണ എന്തിനാണ് ചോദിച്ചതിൽ അവർ എന്നെ ഉന്തിയിട്ട് പുറകോട്ട് ഞാൻ വീണ്, പിന്നെ മേലൊക്കെ വേദന ഉണ്ട് എനിക്ക്. പിന്നെ അതേമാതിരി തോന്നിയാസം മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ട് അന്ന് വന്ന ഉദ്യോഗസ്ഥർ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പുറത്തുനിന്ന് കാൽമെന്നാണ് ഫീസ് ഊരിപ്പോണത്. പിന്നെ ഫീസ് ഊരിപ്പോയി, പിന്നെ ബില്ലടച്ചില്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ബില്ലടക്കുകയും ചെയ്തത്. വ്യാഴാഴ്ച നടക്കുന്നല്ലേ? അതടച്ച് പിന്നെ അന്ന് വിളിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ മുതൽ മക്കൾ വിളിക്കാൻ തുടങ്ങി, മാറി മാറി വിളിക്കാൻ തുടങ്ങി. നമുക്ക് വെള്ളമില്ലാതെ ആയിപ്പോയി. അന്നേരം ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒക്കെ നമുക്ക് പലതും ആവശ്യങ്ങളല്ലേ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചിട്ട് അവരെ കൈക്കൊണ്ടില്ല. പിന്നെ 12:30 ആയപ്പോൾ അവരിട്ട് തന്നെ. പിറ്റേന്ന് ഉച്ചക്ക് 12:30 ആയപ്പോഴാണ് വന്നത്. വന്നപ്പോൾ തന്നെ നമ്മളൊരു കളിയാക്കുന്ന രൂപത്തിലൊരു സംസാരമൊക്കെ ആയിട്ടാണ് വന്നത്. അന്നേരം മോനെ അവരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചിട്ട്, അല്ലാതെ പുള്ളീനെ എന്ത് കാട്ടിയൊന്നും ചെയ്തില്ല. അതാണ് അന്നുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ഫീസ് ഇട്ടവർ പോയി. പിറ്റേ ദിവസം ഇവർ അവിടെ പോകണ ന്യൂസിൽ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കണ്ട് ഇവരെ രണ്ടാളുടെ പേരിലും പിന്നെ കേസുണ്ട്, ഇവർ ഓരോ ഉപദ്രവിച്ച് പറഞ്ഞിട്ട് അത്രക്കും മോശമായ വലിയ ഗൗരവത്തിലുള്ള കേസാണ് എടുത്തത്. മക്കള് ഓഫീസിൽ പോയിട്ട് കാട്ടി അതിക്രമം ശരിയല്ല എന്ന് തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായം? അതെ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഇവർക്കൊക്കെ പല രൂപത്തിൽ ജീവിക്കേണ്ടവരല്ലേ, ഇതൊക്കെ കഴിഞ്ഞെന്തായാലും കേസൊക്കെ ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ, അതൊക്കെ അറിയണ മക്കൾ തന്നെയല്ലേ. അന്നേരം പറഞ്ഞു ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളിത് പോയി ചോദിച്ച് പിന്നെ ഞങ്ങൾ എന്താണ് ഇങ്ങനെ കേസ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ എണീറ്റിട്ട് 10-15 ആൾക്കാർ കൂടി ഇവരെ നല്ലോണം അടിക്കുകയും പിന്നെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട്. മോനൊക്കെ നല്ലോണം തലൻ്റെ ഭാഗമൊക്കെ നല്ല നീര് വെച്ചൊക്കെ കിടക്കുകയാണ്.
മേലൊക്കെ കയറി കുത്തി ഒരുപാട് ഉപദ്രവിച്ച്. പിന്നെ അവിടെയുള്ള ഒരു ജീവനക്കാരൻ പിന്നെ എന്താ ചേപ്പാലി റഷീദ് എന്ന് പറഞ്ഞ ചെറിയ മോനെ മേലിൽ കയറി ഇരുന്നിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു തെറ്റൊന്നും പോലെ അവിടെ ചെയ്തിട്ടുമില്ല. അത് ചോദിച്ചതിനാണ് ഒരു ഉപദ്രവമൊക്കെ ഉപദ്രവിച്ചിട്ട് പിന്നെ ഓര് പോകുന്നതിൻ്റെ ശേഷം കറണ്ടിൻ്റെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്. കസാലയിൽ കമ്പ്യൂട്ടറെല്ലാം നിരത്തിയിട്ട് തച്ച് പൊട്ടിച്ച് അങ്ങനെ ആക്കിയിട്ടത്. മക്കൾ ചെയ്തല്ല, ഓരെന്നോട് പറഞ്ഞ്. ഞാൻ ചോദിച്ച് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചെയ്ത്. ഞങ്ങളങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അറിവില്ലാത്ത മക്കളൊന്നുമല്ലല്ലോ. ഓര് പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. അത് പിന്നെ അവർക്കിപ്പോൾ കേസ് കൊടുത്തതിനൊരു ഇത് കിട്ടണം, ഒരു കാര്യം കിട്ടണമല്ലോ. അങ്ങനെ ഓരിപ്പോൾ ഒരു പോകുന്നേരം അവർ ചെയ്തതാണ്. അങ്ങനെയൊക്കെ ആ നേരത്തിൽ അടിച്ച് പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊന്നും മക്കൾ ചെയ്തതല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോയാലും വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ച് തന്നെ കിടക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. സമരത്തിന് ഞങ്ങൾ പോകും. നമുക്ക് കറണ്ട് ഇല്ലാതെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. പിന്നെ കറണ്ട് ഇല്ലാതെ ഇപ്പോൾ വീട്ടിൽ പിന്നെ ലൈറ്റിനാട്ടിൽ വലിയ പ്രശ്നം നമുക്കിപ്പോൾ എന്താ വെള്ളമില്ലാത്ത പ്രശ്നമാണ്. വെള്ളം ഭക്ഷണം ഉണ്ടാക്കാനും നമ്മളെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വെള്ളം നിർബന്ധമുള്ളൊരു കാര്യമല്ലേ. അപ്പം അതില്ല, അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അന്ന് മുതലേ ഈ വെള്ളത്തിൻ്റെ പ്രസ്തുത ഉള്ളത് കാരണം പിന്നെ കറണ്ട് ശരിക്കും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അടിച്ചിട്ട് വെക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒന്നും ഞങ്ങൾക്ക് വെള്ളം തന്നെ ഇല്ല. വെള്ളം ഞാൻ ഇന്നലെയൊക്കെ വൈകുന്നേരം അവിടെ ഹോട്ടലിൽ പോയിട്ടാണ് വെള്ളം കുടിച്ചത്. നമ്മൾ മുമ്പിലൊരു കട ഉണ്ട്, അവിടെ പോയിട്ട് വെള്ളം വാങ്ങി കുടിച്ചതാ. അത്രയും എടുക്കാനില്ല വീട്ടിൽ. അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ KCB ഓഫീസിന് മുമ്പിൽ തന്നെ നിൽക്കുന്നതാണ്. സമരം തുടരണം. നമുക്ക് നമ്മുടെ കറണ്ട് കിട്ടണ്ടേ. പിന്നെ ഇവരെ പേരിലുള്ള കണക്ഷനല്ല. അതിപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യാൻ ഓഫീസർമാർ പറ്റൂലല്ലോ. അവരോട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്തതാണ്, നിങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഡർ എന്തുണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങൾക്ക് മേലിൽ നിന്നുള്ള ഓർഡർ ഉണ്ട്. പിന്നെ ഒരു 2 പേപ്പർ എടുത്തിട്ട് ഒരു കാണിച്ചിട്ട് നമ്മളെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഒട്ടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ അതാ അവിടെ ഒട്ടിച്ചിണത് അതാണ് ഓർഡർ എന്ന് പറഞ്ഞ് അതും പറഞ്ഞ ഒരു ഊരി നമ്മളെ ഒരു കളിയാക്കി പരിഹസിച്ചൊക്കെയാണ് അവർ പോയത്. നമ്മളോട് എന്തോ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കണം മാതിരി ഒരു ചെയ്തോട്ടെ. മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തെളിവ് ഓരോരുത്തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇതേമാതിരി പിടിക്കുന്ന സംവിധാനങ്ങളൊക്കെ അല്ലേ. ഒരു അന്വേഷിച്ചോട്ടെ, കണ്ടെത്തി ഓർക്ക് കൊടുക്കേണ്ട ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതിപ്പം നമ്മൾ അടിച്ചിട്ടും കൊന്നിട്ടൊന്നുമില്ല. അതിലും വലിയൊരു ഉപദ്രവത്തിലാണ് പോലീസ് ചെയ്തത്. പക്ഷേ ഏതായാലും ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇന്നലെ ഇരുട്ടിൽ കഴിയേണ്ടതായിരുന്നു, അത് ആശുപത്രിയിലേക്ക് മാറിയെന്നതാണ്. ഇവർക്ക് കുടുംബത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അവരും KCB ഓഫീസിന് മുൻപിൽ ഇന്നലെ രാത്രി സമരം ഇരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളിനി എങ്ങനെയാണ് ഈ സമരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായി വൈകിട്ടോടുകൂടി ഇതിൻ്റെ പ്രത്യക്ഷ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുകയാണ്. ഈ കുടുംബത്തിൻ്റെ അവകാശത്തിൻ്റെ ലംഘനത്തിനെതിരെ ഞങ്ങൾ ഈ സമരം, കുടുംബം ഇന്നലെ ചെയ്ത സമരത്തെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ വൈദ്യുതി അവർക്ക് എടുത്തെറിഞ്ഞത് അല്ലെങ്കിൽ അവർക്ക് വൈദ്യുതി ബന്ധം ഇല്ലാതാക്കിയത് ലൈന് കട്ട് ചെയ്തിട്ടാണ്, അല്ലാതെ ഫ്യൂസ് ഉരിയിട്ടല്ല. ആ കുടുംബത്തിന് ഒരിക്കലും വൈദ്യുതി ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ പദ്ധതിയോട് കൂടിയിട്ടാണ് അവർ നീങ്ങിയത്. ഇവർ ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ വൈദ്യുതി ബന്ധം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത് എന്ന് ഒരു നോട്ടീസ് മാത്രം പതിപ്പിച്ച് പോയി ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണെന്നാണ് പറഞ്ഞത്. ആ ഓർഡർ വെച്ചിട്ട് ഇവരുടെ കുടുംബത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുക. അവരുടെ വീട്ടിൻ്റെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണ സാധനങ്ങൾ പാഴായി പോകുന്നു. അവർക്ക് കുടിക്കാനുള്ള വെള്ളം, ടാങ്കിൽ വെള്ളമില്ല, കുളിക്കാനുള്ള അവകാശങ്ങളില്ല. അവർക്ക് എല്ലാം ഇല്ലാതാക്കുന്ന രൂപത്തിൽ 2 രോഗിയായി കിടക്കുന്ന ഈ ഉമ്മയും ഉപ്പയും ഇന്നും ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കേണ്ടതിന് പകരം അനീതി ലഭ്യമാക്കാൻ ഈ കാണുന്ന KCBക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒരു ജുഡീഷ്യറി പവർ പോലെ KCBയെ പ്രവർത്തിപ്പിക്കാൻ ആര് അധികാരം കൊടുത്തു? ഇവർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്, CMDയുടെ നിർദ്ദേശപ്രകാരമാണ് ഓഫീസിൽ കയറി ജീവനക്കാരെ അതിക്രമിച്ചു, ഉപകരണങ്ങൾ, വസ്തുവകകൾ നശിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഈ കൺസ്യൂമർ നമ്പറിലുള്ള ആളുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു ഒറ്റ ചോദ്യം, ഈ പറയുന്ന KCBക്ക് ഇതിന് അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇനി അജ്മൽ അത് ചെയ്തിട്ടുണ്ട്, അജ്മൽ ചെയ്തിട്ടില്ല എന്നാണ് അജ്മൽ കൃത്യമായി പറയുന്നത്. അതിനെപ്പറ്റി ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അവിടുത്തെ സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചത് ആരാണ് എന്നുള്ളത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അത് അജ്മലാണോ ചെയ്തത്, അല്ല KCBയുടെ അതോറിറ്റിക്കാരാണോ ചെയ്തത് എന്നുള്ളതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. അജ്മൽ കൃത്യമായി പറയുന്നത് ഞാനല്ല ചെയ്തത്. അവൻ്റെ നേരത്തെ കേടുവന്ന ഭക്ഷണ സാധനങ്ങളുമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ വേണ്ടി അവിടേക്ക് കടന്നുപോയപ്പോൾ അവിടെ നിന്നുണ്ടാക്കിയ വൈകാരികമായ രംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് KCB ആണെന്നാണ് പറയുന്നത്. KCB രംഗങ്ങൾക്ക്
നേതൃത്വം കൊടുത്ത് അതുമായി അനുബന്ധമായ അജ്മൽ തിരിച്ചു വന്നതിന് ശേഷമാണ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു തകർത്തത്. എന്നാലും അജ്മലാണ് ചെയ്തതെങ്കിൽ അജ്മലിനെ ഞങ്ങൾ ന്യായീകരിക്കാൻ വരുന്നില്ല. പക്ഷേ ഈ കുടുംബം എന്ത് തെറ്റ് ചെയ്തു, ഈ പിതാവ് എന്ത് തെറ്റ് ചെയ്തു, ഈ മാതാവ് എന്ത് തെറ്റ് ചെയ്തു, ഈ രോഗികൾ എന്ത് തെറ്റാണ് ഈ നാടിനോട് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. പ്രിയപ്പെട്ട ജനപ്രതിനിധി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ വിധത്തിൽ പ്രതിഷേധമായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ? ഞങ്ങളിവിടെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം അകാരണമായിട്ടാണ് ഇന്നിപ്പോൾ റസാഖിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. വെള്ളവും വെളിച്ചവും നിഷേധിക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് KSEBയുടെ ഗുണ്ടായിസമാണെന്നാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറയുന്നത്. അതിന് കാരണം വളരെ വലിയ രോഗാവസ്ഥയിലുള്ള ആളാണ് അജ്മലിൻ്റെ ബാപ്പ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുവാനുള്ള കാരണം KSEBയുടെ ഈ നിലപാടാണ്. ഇവിടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ ബന്ധപ്പെട്ടു, കണക്ഷൻ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് പ്രഷർ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കിയത്, ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്തോ സംസ്ഥാനത്തോ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പഠനങ്ങളും ഞങ്ങൾ നടത്തി. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് KSEB മനഃപൂർവ്വം ഗുണ്ടായുസത്തിൻ്റെ ഭാഗമായി കുടുംബത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം KSEB ഓഫീസിന് മുന്നിൽ സമരപരിപാടി നടന്നിട്ടുണ്ട്. ഇന്നലെ ഈ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയതിന് KSEB സമാധാനം പറയണം. ഏതായാലും കുടുംബം പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാലും KSEB ഓഫീസിന് മുൻപിൽ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ്. കാരണം ഇവരുടെ 2 മക്കളാണ് KSEB ഓഫീസിൽ കയറി അതിക്രമം നടത്തുന്നത്. അതിൻ്റെ പേരിൽ പിതാവിൻ്റെ പേരിലുള്ള കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത്. ഇന്നലെ രാത്രി ഇരുട്ടത്ത് കഴിയേണ്ടിയിരുന്ന കുടുംബമാണ് പ്രതിഷേധിച്ചു, ദേഹാസ്വാസ്ഥ്യമുണ്ടായി, തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ